ഹലോ എവ്രി വൺ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ പോകാൻ പോകുന്നത് ഡൽഹിയിലേക്കാണ്. അതിനായി ഞാനിവിടെ കെമ്പേഗൗഡ ഇൻ്റർനാഷണൽ എയർപോർട്ട് ബാംഗ്ലൂരിൽ നിന്നാണ് കയറുന്നത്. പോകുന്നത് എങ്ങോട്ടാണ്, എന്തിനാണ് പോകുന്നത്, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ ഇപ്പോൾ എല്ലാവരുടെയും മനസ്സിലുണ്ടാവും. പോകെ പോകെ നമുക്ക് എല്ലാ വിശേഷങ്ങളും എല്ലാ കാഴ്ചകളും കണ്ടിങ്ങനെ പോവാം. ഡൽഹിയിൽ എയർപോർട്ടിൽ ഇറങ്ങിയതിന് ശേഷം ഞാൻ ഡയറക്റ്റ് വെച്ച് പിടിച്ചത് ഹോട്ടലിലേക്കാണ്. കാരണം ഇറങ്ങിയ ടൈം തന്നെ 1:30 സമയമായിരുന്നു. നന്നായി വിശക്കുന്നുണ്ട്. പിന്നെ കൂടാത്തതിൽ ക്ലൈമറ്റ് നല്ല ചൂടായിരുന്നു. ഡൽഹിയിലെത്തിയതിന് ശേഷം ട്രിപ്പ് ഓർഗനൈസ് ചെയ്തത് മൊത്തം വിവേകാനന്ദ ട്രാവൽസ് ആയിരുന്നു. അപ്പം അവരാണ് നമുക്ക് റൂമാണെങ്കിലും ഫുഡാണെങ്കിലും എല്ലാം അവരായിരുന്നു ഓർഗനൈസ് ചെയ്തത്. രാത്രി ഡിന്നറിന് ശേഷം നടക്കാനിറങ്ങി പുറത്തുള്ള ക്ലൈമറ്റ് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ടും പുറത്തുള്ള കാഴ്ചകൾ കാണാൻ വേണ്ടിയിട്ടും ഒരു കാം പ്ലേസ് ആയതുകൊണ്ട് തന്നെ പ്രത്യേകിച്ചൊന്നും ഇല്ലായിരുന്നു. പുറത്ത് ഷോപ്സ് ആണെങ്കിലും ഒക്കെ കുറവായിരുന്നു. പിന്നെ ക്ലൈമറ്റ് നല്ല ചൂടായിരുന്നു. രാവിലെ 7 മണിയായപ്പോൾ ഞങ്ങൾ ഡൽഹിയിൽ നിന്ന് ജയ്പൂരേക്ക് യാത്ര ആരംഭിച്ചു. ഏകദേശം 300ഓളം കിലോമീറ്റർ ഉണ്ട് ഡൽഹിയിൽ നിന്നും ജയ്പൂരേക്ക്. ഞങ്ങൾ വിവേകാനന്ദ ട്രാവൽസിൻ്റെ പാക്കേജ് എടുത്തത് കൊണ്ട് തന്നെ 25ഓളം പേരുടെ ഒപ്പമാണ് പോയത്. കോഴിക്കോട് നിന്നും മലപ്പുറത്ത് നിന്നും ആളുകളാണ് കൂടുതലുണ്ടായിരുന്നത്. രൂപേഷ് ആയിരുന്നു ഞങ്ങളുടെ ടൂർ ഗൈഡ്. യാത്രമധ്യേ പോകുന്ന സ്ഥലത്തെക്കുറിച്ചുള്ള എല്ലാ വിവരണങ്ങളും കൃത്യസമയങ്ങളിൽ നിന്ന് തന്നുകൊണ്ടേയിരുന്നു. വിവേകാനന്ദയുടെ AC ടൂറിസ്റ്റ് ബസ്സാണ് ഞങ്ങൾ യാത്ര ചെയ്തിരുന്നത്.
അതുകൊണ്ട് തന്നെ ഡൽഹിയിൽ ചൂടധികം എക്സ്പീരിയൻസ് ചെയ്യേണ്ടി വന്നില്ല. ഓരോരോ സ്ഥലത്ത് വിസിറ്റ് ചെയ്യുമ്പോൾ മാത്രമായിരുന്നു ചൂട് അനുഭവപ്പെട്ടിരുന്നത്. ഇപ്പം നമ്മൾ രാജസ്ഥാൻ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ കാണുന്ന മൗണ്ടെയിൻ റേഞ്ചസ് എന്ന് പറയുന്നത് ആരവല്ലി മൗണ്ടെയിനാണ് കാണുന്നത്. സ്കൂളിൽ പഠിക്കുമ്പോഴൊക്കെ നമ്മൾ ആരവല്ലി മൗണ്ടെയിൻസിനെ പറ്റിയിട്ട് കുറേ പഠിച്ചിട്ടുണ്ട്. അധികം ഹിസ്റ്ററിയും ജോഗ്രഫിയൊന്നും പറഞ്ഞ് നിങ്ങളെ ഞാൻ ബോറടിപ്പിക്കുന്നില്ല. പോകുന്ന ഓരോ സ്ഥലത്തെക്കുറിച്ചും കുട്ടി കുട്ടി ഡിസ്ക്രിപ്ഷൻ ഞാൻ പറയുന്നതാണ്. പിന്നെ എല്ലാം നമുക്ക് കാഴ്ചകളൊക്കെ കണ്ട് ഇങ്ങനെ പോവാം. നമ്മളങ്ങനെ ജയ്പൂർ എത്തിയിരിക്കുന്നു. പിന്നെ നമ്മളിപ്പോൾ കാണുന്നത് അംബർ ഫോർട്ടിൻ്റെ ഒരു ഭാഗമാണ് കാണുന്നത്. ഫോർട്ട് അല്ലെങ്കിൽ കോട്ട എന്നൊക്കെ നമ്മൾ പറയും. ആ ഒരു ഭാഗമാണ് കാണുന്നത്. അത് ഈ ബസ്സിൽ വരുന്ന സമയത്ത് തന്നെ നമുക്ക് ഈ കാഴ്ചകളൊക്കെ നന്നായിട്ട് കാണാൻ പറ്റും. നമ്മൾ ഒരു വൈകുന്നേരം ആയപ്പോഴാണ് ഫോർട്ടിൽ പോയത്. കാരണം നല്ല വെയിലായതുകൊണ്ട് തന്നെ. ഡൽഹിയിൽ ചൂടാണ്, ഇപ്പോൾ ജയ്പൂരും യൂഷ്വലി ചൂടായിരിക്കുമല്ലോ. നമ്മളിപ്പോൾ കാണുന്നത് മൗത്ത ലേക്കാണ്. അംബർ ഫോർട്ടിൻ്റെ താഴെയാണ് ഇത് സ്ഥിതി ചെയ്തിരിക്കുന്നത്. ഫോർട്ടിലേക്കുള്ള വെള്ളം മറ്റും ഇവിടെ നിന്നാണ് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. ഇപ്പം നമ്മൾ കാണുന്നത് ജൽമഹലാണ്. ഇത് മൻസാഗർ ലേക്കിൻ്റെ നടുക്കായിട്ടാണ് സ്ഥിതി ചെയ്തിരിക്കുന്നത്. ഇത് രാജ്പൂട്ട് സ്റ്റൈൽ ആർക്കിടെക്ചറാണ്. 1699 ഇത് പണി കഴിപ്പിച്ചിരിക്കുന്നത്. വിസിറ്റേഴ്സിന് അലൗഡ് അല്ലാത്തതുകൊണ്ട് പുറത്തുനിന്നുള്ള ഈ ഒരു വ്യൂ മാത്രമേ നമുക്ക് കാണാൻ പറ്റുള്ളൂ. ഇതൊരു 5 സ്റ്റോറീഡ് ആയിട്ടുള്ള ഒരു ബിൽഡിംഗ് ആണ്. 3 സ്റ്റോറി വെള്ളത്തിൻ്റെ അടിയിലും. അതുകൊണ്ട് തന്നെ നമുക്ക് 2 സ്റ്റോറി മാത്രമേ കാണാൻ പറ്റുള്ളൂ പുറത്തുനിന്ന് നോക്കുമ്പോൾ. ഈ പുറമേ ഉള്ള കാഴ്ചകളൊക്കെ കണ്ടിട്ട് നേരെ പോയത് ലഞ്ച് കഴിക്കാനാണ്. അവിടെ പോയപ്പോഴാണ് ഇങ്ങനെ ഒരു വിചിത്രമായ ഒരു കാഴ്ച കണ്ടത്. അവിടെയുള്ള ആൾക്കാരുടെ സ്റ്റൈലിൽ ഇങ്ങനെയാണ് ഫുഡ് കഴിക്കുന്നത്. നമ്മൾ മലയാളികൾക്ക് ഈ ഒരു കാഴ്ച ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു കാഴ്ച തന്നെയാണ്. ഇപ്പം നിങ്ങൾ കാണുന്നത് ഹവാമഹലാണ് കേട്ടോ. ഹവാമഹൽ പിങ്ക് കളറിലാണ്. നമ്മൾ ജയ്പൂർ എന്ന് പറയുന്നത് പിങ്ക് സിറ്റി ആണെന്ന് അറിയാമല്ലോ. അപ്പം എല്ലാ ഇവിടുത്തെ ബിൽഡിങ്സും ഈ ഒരു കളറിലാണ് ഉള്ളത്. ഈ ഒരു ഹവാമഹലിൻ്റെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 953 ചെറിയ ജനലുകളാണ്. അപ്പം അതുകൊണ്ട് തന്നെയാണ് ഇത് ഹവാമഹൽ എന്ന് പറയുന്നത്. പിന്നെ നേരെ പോയത് ജന്തർ മന്ദറിലേക്കാണ്. ജന്തർ മന്ദറിൽ പോകുന്ന വഴിയാണ് ഈ രാജസ്ഥാനി അറ്റയർ ലുക്കിൽ നമുക്ക് ഫോട്ടോ എടുക്കാമെന്ന് പറഞ്ഞ ഒരാളെ കാണുന്നത്. പിന്നെ ഒന്നും നോക്കിയില്ല. ഇതൊക്കെ വല്ലപ്പോഴും കിട്ടുന്ന ഒരു ചാൻസ് അല്ലേ, അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് കളയാമെന്ന് തോന്നി. അതാണ് ഈ വീഡിയോ. ഫുൾ വീഡിയോ ഇതിൻ്റെ മാത്രമായിട്ടുള്ള വീഡിയോ അവൈലബിൾ ആണ് എൻ്റെ യൂട്യൂബ് ചാനലിൽ തന്നെ. നിങ്ങൾക്ക് സെർച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ കിട്ടും. പിന്നെ ഫോട്ടോസ് ഞാൻ എൻ്റെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിലും ഫേസ്ബുക്ക് അക്കൗണ്ടിലും ഞാൻ ഇട്ടിട്ടുണ്ട്. നടന്നു പോകുന്ന വഴിക്ക് ഞങ്ങളവിടെ മെയിനായിട്ട് ഒരു ശ്രദ്ധിക്കപ്പെട്ടൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ ഓട്ടോ ആണ് കേട്ടോ. ഇവിടുത്തെ ഓട്ടോ ഒക്കെ ഓപ്പൺ ഓട്ടോസാണ്. അത് കണ്ടാൽ മനസ്സിലാവും. അതിൻ്റെ അകത്ത് 6-7 ആളുകളൊക്കെ കയറി പോകുന്ന ഒരു സ്റ്റൈലാണ് അവിടുത്തെ ഓട്ടോ.
അതൊരു വെറൈറ്റി ആയിട്ട്. നമ്മുടെ ഓട്ടോസൊക്കെ ഇവിടെ ഫുൾ കവേർഡല്ലേ, ഇവിടെ ഓട്ടോ ഓപ്പണാണ്. പിന്നെ നേരെ ജന്തർ മന്ദറിലേക്കാണ് ഞങ്ങൾ പോയത്. ജന്തർ മന്ദറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റാണ്. നിർമ്മിച്ചതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രാജ്പൂത് കിങ്ങായ സവായ് ജയസിംഗ് ആണ്. ഇദ്ദേഹം തന്നെയാണ് ഫൗണ്ടർ ഓഫ് ജയ്പൂർ എന്നും അറിയപ്പെടുന്നത്. ജന്തർ മന്ദറിൽ നമുക്ക് മെയിനായിട്ട് കാണാൻ പറ്റുന്നത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കളക്ഷൻ ഓഫ് 19 ആസ്ട്രോണമിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ് ആണ്. ഇവിടുത്തെ ആസ്ട്രോണമിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ് യൂസ് ചെയ്തിട്ടാണ് സണ്ണിൻ്റെയും മൂണിൻ്റെയും പ്ലാനറ്റ്സിൻ്റെയും മൂവ്മെൻറ്റ്സും അവരുടെ ടൈമും പ്രഡിക്റ്റ് ചെയ്തിരുന്നത്. ഇപ്പോഴും ചെയ്യുന്നുണ്ട്. ഇവിടെയുള്ള ഇൻസ്ട്രുമെൻറ്റ്സ് ഏതൊക്കെയാണെന്നുള്ള ചിലത് ഞാൻ പറയാം. ഒന്ന് സമർത്ഥ് യന്ത്ര, ജയപ്രകാശ് യന്ത്ര, ദിശ യന്ത്ര, രാമയന്ത്ര, ചക്രയന്ത്ര, രാശിവലയ യന്ത്ര, അങ്ങനെ കുറേ യന്ത്രങ്ങളാണ് ഇവിടെയുള്ളത്. ഇവിടെ കാണാം നമ്മുടെ സോഡിയാക് സൈൻസ് ആയിട്ടുള്ള അക്യൂറസ്, ആരീസ്, പീസീസ്, ഇതിൻ്റെയൊക്കെ മോൾഡ് ഇവർ കൺസ്ട്രക്ട് ചെയ്ത് വെച്ചിട്ടുള്ളത് നമുക്ക് കാണാവുന്നതാണ്. ഇവിടെ നിന്നും ഞങ്ങൾ നേരെ പോയിട്ടുള്ളത് സിറ്റി പാലസിലേക്കാണ്. സിറ്റി പാലസ് ആർക്കിടെക്ചർ സ്റ്റൈൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു കോമ്പിനേഷൻ ഓഫ് രാജ്പൂത്, മുഗൾ ആൻഡ് യൂറോപ്യൻ ഇൻഫ്ലുവൻസും കൂടെ കലർന്നിട്ടുള്ളൊരു ആർക്കിടെക്ചർ സ്റ്റൈലാണ് അവിടെ ഉള്ളത്. ഇത് കൺസ്ട്രക്ട് ചെയ്യാൻ തുടങ്ങിയത് 1727 അത് കംപ്ലീറ്റ് ചെയ്തത് 1732 നിന്ന്. ആ സമയത്ത് അവിടെ ഭരിച്ചിരുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മഹാരാജ് സവായ് ജയസിംഗ് II ആണ്. ഇൻസൈഡ് പാലസ് ഫോട്ടോഗ്രാഫി, വീഡിയോഗ്രാഫി പ്രോഹിബിറ്റഡ് ആണ്. ഔട്ട്സൈഡ് വ്യൂ മാത്രമേ അതുകൊണ്ട് തന്നെ എടുക്കാൻ പറ്റുള്ളൂ. സിറ്റി പാലസിൻ്റെ അകത്ത് കാണേണ്ട കാഴ്ചകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് അവിടുത്തെ ആർക്കിടെക്ചർ വ്യൂ തന്നെയാണ്. പിന്നെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അന്നത്തെ കാലത്തെ രാജാക്കന്മാർ ഉപയോഗിച്ചിരുന്ന ഡ്രസ്സുകളും പാത്രങ്ങളും മറ്റ് സാമഗ്രികളുമാണ് സിറ്റി പാലസിൻ്റെ ഉള്ളിലുണ്ടായിരുന്നത്.
ഇവിടുന്ന് നേരെ ഞങ്ങൾ പോയത് അംബർ ഫോർട്ടിലേക്കാണ്. അംബർ ഫോർട്ടിൽ ഡയറക്റ്റ് ബസ് അലൗഡ് അല്ല. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ ജീപ്പ് എടുത്തിട്ടാണ് പോയത്. അംബർ ഫോർട്ടിലെ വിശേഷങ്ങളും മറ്റു ഡൽഹി വിശേഷങ്ങളുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ബൈ.